ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ സ്മൈലിയാണ്. അതിനായിട്ട് ഞാനൊരു 7 പൊട്ടറ്റോ എടുത്ത് കുക്ക് ചെയ്തു. അത് ഞാനൊന്ന് മാഷ് ചെയ്തെടുക്കുവാണ്. ഇത് നല്ല ഫൈനായിട്ട് മാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. എനിക്കിവിടെ കിട്ടുന്നത് ഈ കോൺഫ്ലോർ ആണ്. ഇനി ഇതിൽ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് മാവ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തത് ഒരു ബേക്കിംഗ് പേപ്പറാണ്. ഈ ബേക്കിംഗ് പേപ്പറിൻ്റെ മണ്ടയ്ക്ക് ഈ മാവ് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ വീണ്ടും ഒരു ബേക്കിംഗ് പേപ്പർ വെക്കണം. എന്നിട്ടിത് പരത്തിയെടുക്കണം. ഇത് ഒത്തിരി നൈസായിട്ട് പരത്തണ്ട, ഇച്ചിരി കട്ടിക്കാണ് പരത്തേണ്ടത്. ഇത് ബേക്കിംഗ് പേപ്പർ ഇല്ലാതെ പരത്തി കഴിഞ്ഞാൽ ആ പരത്തുന്നതിലെല്ലാം സ്പ്രെഡാകും, ഒട്ടിപ്പിടിക്കും. അപ്പം ബേക്കിംഗ് പേപ്പർ തന്നെ വേണം. ഇനി ഞാൻ എടുക്കുന്ന ഒരു അടപ്പാണ്. ഇങ്ങനത്തെ ഇത്രയും ഒരു ചെറിയ സൈസ് അടപ്പ്, ഒരു പാട്ടയുടെ അടപ്പ്. എന്നിട്ട് അത് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ അരികെല്ലാം ഞാൻ ഇളക്കിയെടുത്തു. പെട്ടെന്ന് തന്നെ ഇളകി വരും. കോൺഫ്ലോർ ചേർത്തേക്കുന്നത് കൊണ്ട് ഇത് ഒത്തിരി ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതെൻ്റെ മക്കളുടെ പെൻസിലിൻ്റെ പുറകിലത്തെ റബ്ബറിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ കണ്ണ് സെറ്റ് ചെയ്തു. ഇനിയും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാനിതിൻ്റെ വായെല്ലാം ഇങ്ങനെ സ്മൈലി പോലത്തെ സംഭവമാക്കി എടുക്കും. ചിലതൊക്കെ ഞാൻ സാഡായിട്ടുള്ള ഫേസാക്കി, പിന്നെ പുച്ഛമാക്കി, പിന്നെ സ്മൈലി ആക്കി. ഇനി നമുക്കിത് നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് എണ്ണയിലിട്ടാൽ ഉടനെ തന്നെ സ്പൂണും കൊണ്ട് തിരിച്ചിടാനോ ഇളക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു സൈഡ് കിടന്ന് ഫ്രൈ ആയിട്ട് അടുത്ത സൈഡ് ഫ്രൈ ആക്കണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബാച്ച് പൊട്ടറ്റോ സ്മൈലി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല. കോൺഫ്ലോർ വേണം, പൊട്ടറ്റോ വേണം, പിന്നെ ബാക്കി കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ പൊട്ടറ്റോ സ്മൈലി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊട്ടറ്റോ സ്മൈലി റെഡിയായി. ഇത് പൊട്ടറ്റോ സ്മൈലി എന്ന് പറയുന്നെങ്കിലും ഇത് പല പല എക്സ്പ്രഷൻസ് ഉണ്ട്. ദേഷ്യം, പുച്ഛം, പിണക്കം എല്ലാം ഉണ്ട്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.